അങ്ങനെ നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇച്ചിരി ട്രാഫിക് ഉണ്ട്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും ഇവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങോട്ട് അനങ്ങുന്നില്ല. എന്തായാലും നോക്കട്ടെ എവിടം വരെ എത്തുമെന്ന്. നമ്മുടെ ഡ്രൈവർ ഇവിടെ ഓരോ വ്യൂ പോയിന്റ് വരുമ്പോഴത്തേക്കും കണ്ടോ ഫോട്ടോ എടുക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്കറിയാമല്ലോ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന്. കൊള്ളല്ലേ? ആ മുകളിൽ എന്തോ ചെറിയ മരം പോലെ കാണുന്നത്? അത് മരമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്ത് മരമാണ് ഇത്? കണ്ടോ, പ്രത്യേക മരമാണ്. ചേട്ടാ നിങ്ങൾ എന്ത് ഈ പറയുന്ന ആരുടെ കീക്കാലി ഒന്നും ഇല്ല. കുതിര കണ്ടോ? കുതിര വാലിട്ടാട്ടുന്നുണ്ടോ? ആ പിന്നെ ഇവിടെ ഫുള്ള് സ്ട്രീറ്റ് വെണ്ടേഴ്സ് ഒരുപാട് ആൾക്കാരുണ്ട്. നോക്കി എല്ലാം മറ്റേ പൈനാപ്പിളും അങ്ങനത്തെ കുറെ ഐറ്റംസ്, ഓംലെറ്റ്, കണ്ണാടി, തോക്ക്, ഹണ്ടിങ് ഒക്കെ ഉണ്ട്. നോക്കി അത് ഹണ്ടിങ് അല്ല, അത് ബലൂൺ പൊട്ടിക്കൽ. അത് തന്നെ ബലൂൺ പൊട്ടിക്കൽ. എന്ത് ചെയ്യാൻ പറ്റും? ഹോൺ അടിക്കാറോ മനുഷ്യ? എന്തിനാ വെറുതെ ഹോൺ അടിക്കുന്നത്? അല്ല, അവൻ അവിടെ കഥ പറഞ്ഞോണ്ടിരിക്കുക റോഡിന് നടുവിൽ. അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതുണ്ട് ഓരോ വണ്ടി ഇങ്ങനെ കൊണ്ടിട്ടിട്ട് നമുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയില്ല വണ്ടി ഇട്ട് വെച്ചിരിക്കുന്നത്. കുഴപ്പമില്ല, ഇച്ചിരി സ്ഥലമൊക്കെ ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്ത് പോകാം അല്ലേ. ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ, അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ എന്ത് വ്യൂ അല്ലേ നോക്കി. എല്ലായിടത്തും ഒരു കുതിര സവാരിയാണെന്ന് തോന്നുന്നു. പക്ഷെ കുതിരയെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുന്നേ ഉള്ളൂ. ആരും മുകളിലോട്ട് കയറി പോകുന്നില്ല. വാവയൊക്കെ വെച്ചിരിക്കുന്ന മുകളിലെ ആർക്കും പൈസ ഇറക്കാൻ പറ്റത്തില്ല. അതാ സമയം. റൈഡ് പോയി കഴിഞ്ഞാൽ 100-500 രൂപ കൊടുക്കേണ്ടി വരും. ഫോട്ടോ എടുക്കാനാണ് 100-100 രൂപ കൊടുത്താൽ മതി അല്ലേ. എന്തായാലും കൊള്ളാം. ഇവിടെ ഫ്രീക്കന്മാരൊക്കെ വണ്ടി പോകുന്നുണ്ടോ? വലിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ആന്നേ, ഒരു എക്കോ ഫ്രണ്ട്ലി മേഖലയിൽ വലി എല്ലാം കൊച്ചു പിള്ളേരാ. ഇവിടെ എല്ലാം ഇതിൻ്റെ കുറ്റിയാക്കിയിട്ട് ആകെ അഴുക്കാക്കിയിട്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ തലമല്ലേ. അല്ലെങ്കിൽ ആരെങ്കിലും കറക്റ്റായിട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കണം അല്ലേ. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഒരു സ്ഥലത്തും ഒരു ഡസ്റ്റ്ബിന്നോ അങ്ങനത്തെ ഒരു സംഭവമില്ല. സാധാരണ ക്ലീൻ ചെയ്യാനുള്ള ആൾക്കാരും ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആൾക്കാർ ഇങ്ങനെ വഴിയിലിട്ട് പോകത്തില്ലായിരുന്നു. ഓരോ സ്ഥലത്ത് അല്ലെങ്കിൽ 1 കിലോമീറ്റർ കൂടുമ്പോഴെങ്കിലും ഓരോ ഡസ്റ്റ്ബിന്ന് സർക്കാരായിട്ടൂടെ വെച്ചായിരുന്നെങ്കിൽ അല്ലേ. പ്രോപ്പർ മാനേജ്മെന്റ് ഇല്ല. അതാ പ്രശ്നം. ആ പോത്തിനെ പേടിച്ച് പോത്തല്ലോ, പശുവിനെ പേടിച്ച് പിള്ളേരവിടെ നിൽക്കുകയെന്നോ. നല്ല പേടിയൊന്നും ഇല്ല, കൈയും കുട്ടിക്കൊണ്ടിരിക്കുന്നു. മുകളിൽ കയറി ഫോട്ടോ എടുക്കുന്നുണ്ട്. എനിക്കും കയറി ഫോട്ടോ എടുക്കണം. അപ്പൊ നോക്കൂടെ നിർത്തിയാ താൻ വ്യൂ പോയിന്റും താൻ എന്തിനാണോ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയാണ് മൂന്നാർ വന്നത്? ഇപ്പൊ മനുഷ്യ അവിടെ പിള്ളേരൊന്നും ഫോട്ടോ എടുക്കുന്നുണ്ടല്ലേ. നമുക്ക് അതേപോലെ കയറി ഫോട്ടോ എടുക്കാം. തിരിച്ച് വേറെ വഴിക്കാണായിരുന്നെങ്കിലും. ദൈവമേ, എന്തോ ഈ കാണിക്കുന്നെങ്കിൽ. നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അടിമാലി അതൊന്നും എനിക്കറിയത്തില്ല. ഇവിടെയും ബിരിയാണി, മലബാർ ബിരിയാണി. മൂന്നാറിൽ മലബാർ ബിരിയാണി എത്തിയോ? ഇവിടെ തോന്നുന്നുണ്ടോ നോക്കി, മലബാർ ബിരിയാണി. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഡ്രൈവർ ചേട്ടന് മടുപ്പില്ല കേട്ടോ ഡ്രൈവ് ചെയ്യാനായിട്ട്. എന്തായാലും നൈസ്. ചെറിയൊരു മഴയൊക്കെ പെയ്ത് ആകെ അല്ലേ ഒരു എന്തോ അതിന് പറയുന്നല്ലേ, ഒരു കുളിരും തണുപ്പും മനസ്സിനൊരു സന്തോഷവും. ചിരിയുണ്ടോ? ചിരിച്ചു വന്നു. അയ്യോ, നല്ല സ്ഥലം അല്ലേ. കണ്ട കാട്ടിലൊക്കെ കയറി. ഇവിടെ ഒന്നും വ്യൂ പോയിന്റ് ഇല്ല. വ്യൂ പോയിന്റ് ഉള്ളിടത്തല്ലേ നിർത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാനായിട്ട് നിർത്തിയതാ. കൊള്ളാമല്ലേ സ്ഥലം. കാറൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഞാൻ മറ്റേ അതിൻ്റെ മുകളിൽ കയറാനല്ലേ പറഞ്ഞ ടീ പ്ലാന്റേഷൻ്റെ അവിടെ കയറിയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കാണാമായിരുന്നു. ഇവിടെ കയറാൻ പറ്റുമോ? ഇല്ല. പറ്റുമോ? വേറെ പോകുന്ന സ്ഥലത്തൊക്കെ ഉണ്ട്. ആണോ? കൊള്ളാം അല്ലേ, നമുക്ക് വിട്ടാലോ. അങ്ങനെ പിന്നെയും യാത്ര മാട്ടുപ്പെട്ടിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കി അവിടെ ചെന്നിട്ട് കാണാം.